സൈഫുനിസ അലിയാർ ശരിയാണ്. സൈഫുനിസ, കഴിഞ്ഞ തവണ നമ്മൾ ഇത്തരത്തിൽ ഒരു ആഘോഷത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ദുഃഖം കൂടി തളം കെട്ടിയിരുന്നു. കാരണം വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പുതുവത്സരം ആഘോഷമായിരുന്നു. എന്തായാലും ഒരു പ്രതീക്ഷയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ വർഷമാകുമ്പോൾ നമ്മൾ അവർക്ക് ഒരു വലിയ ഒരു ടൗൺഷിപ്പ് ഒക്കെ ആയി മാറും എന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. കേരളത്തിനാകെ തന്നെ ഒരു സന്തോഷം. അർത്ഥത്തിൽ വലിയ ദുരന്തങ്ങളിലേക്ക് ഒന്നും കാണാത്ത ഒരു കാലത്തെ കൂടിയാണ് നമ്മൾ പോകുന്നത്. അത്തരത്തിലൊരു സന്തോഷമുണ്ട്. സന്തോഷത്തോടു കൂടിയുള്ള ഒരു ആഘോഷം എന്ന് പറയാം ഇത്തവണ. അതുകൊണ്ട് എല്ലായിടത്തും വലിയ ആഘോഷം നമുക്ക് കാണാം. തീർച്ചയായും ബ്രിട്ടീഷ് ഒരു കൂട്ടായ്മയുടെ വിജയം കൂടിയായിരുന്നു അന്ന് ഉരുൾപൊട്ടലിന് ശേഷം നമ്മൾ കണ്ടത്. കാരണം എല്ലാവരും കൈകോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നാടിനെ മുഴുവൻ പഴയതിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിൽ പോലും അവർക്ക് നഷ്ടപ്പെട്ട ചിലതൊക്കെ വീണ്ടെടുത്ത് നൽകാനെങ്കിലും കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കേരളം ഒറ്റക്കെട്ടായിരുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1993 കുറച്ച് സുഹൃത്തുക്കൾ കൈകോർത്ത് പിടിച്ച് ചെറിയൊരു ആർട്സ് ക്ലബ്ബ് രൂപീകരിച്ച് നമുക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ഈ കൂട്ടായ്മകളുടെ സൗഹൃദത്തിന്റെ പുറത്താണ് രൂപപ്പെടുന്നത്. അങ്ങനെ രൂപപ്പെട്ട ഒരു ക്ലബ്ബാണ് സമീക്ഷ ആർട്സ് ക്ലബ്ബ്. ഈ സമീക്ഷ ആർട്സ് ക്ലബ്ബ് ഇപ്പോൾ വളർന്നു വലുതായി 33 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ വലിയ ഒരു പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ട് അവർ ആഘോഷിക്കുകയാണ്. ഇത് ആദ്യമായല്ല, ഇത് 3ാം തവണയാണ് ഒരു പാപ്പാഞ്ഞിയെ കത്തിച്ച് ആഘോഷം നടത്തുന്നത്. വലിയ ആഘോഷങ്ങളാണ്. കാരണം എറണാകുളം എന്ന് പറയുന്ന ജില്ലയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. പല നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ കൂടുന്നവരാണ്. അവരെല്ലാം നേരത്തെ പോയിക്കൊണ്ടിരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വെളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലൊക്കെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതൊക്കെ കാണാനായിരുന്നു. പക്ഷെ അവിടെ പോയി മടങ്ങി വരിക എന്നുള്ളത് വലിയ ദുഷ്കരമായ കാര്യമായിരുന്നു. പക്ഷെ ഈ ഭാഗത്തെ ആളുകൾ ഈ ഭാഗത്ത് ഒരു പാപ്പാഞ്ഞിയെ കത്തിച്ച് പരമാവധി ആളുകളെ ഇവിടെ തന്നെ കൂട്ടി ആ ആഘോഷം മുഴുവൻ തൃക്കാക്കരയിൽ നടത്താമെന്ന തീരുമാനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പാപ്പാഞ്ഞി. അതായത് എനിക്ക് പിന്നിൽ ഈ പാപ്പാഞ്ഞിയെ 12 മണിയാകുമ്പോൾ കത്തിക്കുന്ന 42 അടി ഉയരമുള്ളതാണ്. ഈ പാപ്പാഞ്ഞിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ പാപ്പാഞ്ഞി തൃക്കാക്കരയിലാണെന്ന് കാണുന്നവരെല്ലാം തന്നെ പറയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ തൃക്കാക്കരയ്ക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. തൃക്കാക്കരയുടെ MLA ഉമാ തോമസ് ആശുപത്രിയിൽ അന്ന് വെന്റിലേറ്ററിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉമാ തോമസ് MLA ഈ ആഘോഷത്തിനൊപ്പം ഈ വേദിയിലുണ്ട് എന്നതുകൂടിയാണ് തൃക്കാക്കരക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രാത്രി നമ്മൾ വലിയ പ്രതീക്ഷകളുടെ ദിവസമാണ്. നാളെ മുതൽ അത് യാഥാർത്ഥ്യമാക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും ഇത് പ്രതീക്ഷകളുടെ ഒരു ദിവസമാണ്. ആ പ്രതീക്ഷകൾ സ്വപ്നം കണ്ടുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാ തവണയും വരാറുണ്ട് ഇവിടെ തൃക്കാക്കരയില് ആഘോഷം കാണാൻ. കഴിഞ്ഞ തവണത്തെ ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണ് ഈ 2026 എന്താകണം? ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത വർഷം അടിപൊളിയാവുന്നതാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? നന്നായി നമുക്കൊരു സമഗ്ര മാറ്റം മോളെ കൊണ്ടാണോ വന്നിരിക്കുന്നത്? ശരി സൈഫുനിസ, എന്തായാലും എല്ലായിടത്തും നമുക്ക് ഈ ആഘോഷങ്ങൾ കാണാം. നമ്മൾ പറയുന്നത് പോലെ ഓരോ വർഷത്തെയും വേദനകൾ മാറ്റാനുള്ള ആഘോഷമാണ്. അതിനിടയിൽ മറ്റൊരു പുതുവത്സരത്തെ അതുപോലെ തന്നെ പ്രതീക്ഷയോടെ വരവേൽക്കാനുള്ള ആഘോഷമാണ്. എല്ലായിടത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആഘോഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.